ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പോകുന്നത് തിരുവനന്തപുരത്തേക്ക്. എന്തിനാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സ്വന്തം BDSന്റെയും പിന്നെ ഞങ്ങളുടെ MLA OG ജെനീഷേട്ടൻ മന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞയും കൂടി കാണാൻ വേണ്ടിട്ടാട്ടോ. ഒറ്റ മൈൻഡിൽ കയറി പോവാന്നൊക്കെ കേട്ടിട്ടുണ്ടാ. അത് BDS എന്ന് പറയുന്ന ഒരു നേതാവിനോട് കടുത്ത ആരാധന കാരണവും പിന്നെ നമ്മുടെ ജെനീഷേട്ടന്റെ സത്യപ്രതിജ്ഞ കൂടി കാണാനാണ്. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായി. ഞങ്ങൾ വിചാരിച്ചത് എല്ലാ പരിപാടിയെ പോലെ തന്നെ ഞങ്ങൾ ബാക്കിൽ നിൽക്കുന്ന, പക്ഷെ ഞങ്ങൾ ഒട്ടും വിട്ടുകൊടുത്തില്ല കേട്ടോ. ഞങ്ങൾ പറ്റാവുന്ന അത്രയും പരിശ്രമിച്ച് ഫ്രണ്ടിലെത്തി എന്ന് പറഞ്ഞാൽ മീഡിയയുടെ VVIPയുടെ ഫ്രണ്ടിൽ വരെ ഞങ്ങൾ എത്തിട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റേജിന്റെ തൊട്ടടുത്ത് നിന്ന് എല്ലാ പരിപാടിയും ഞങ്ങൾക്ക് കാണാൻ പറ്റി. രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും തുടർന്ന് എല്ലാ നേതാക്കന്മാരും ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാത്തിരുന്ന നിമിഷത്തി നമ്മുടെ VDSന്റെ സത്യപ്രതിജ്ഞ. എൻ്റെ മക്കളെ പൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഓരോരോ മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കയറിയിട്ടോ. അതിൻ്റെ ഇടയിൽ ഈ നടീനെയൊക്കെ കണ്ടു. ഇവരെല്ലാവരും ഞങ്ങളുടെ ബാക്കിലായിരുന്നു എന്നതാണ് സത്യം. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എവിടെയോ കണ്ടുപരിചയമുള്ള ആളെ മനസ്സിലായി. നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ എതിരെ നിന്ന ചേട്ടനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാത്തിരുന്നത് ഞങ്ങളുടെ ജെനീഷേട്ടന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ജെനീഷേട്ടന്റെ സത്യപ്രതിജ്ഞ. ഏതൊരു കോൺഗ്രസ്സുകാർക്കൊന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാട്ടോ. അത്രയും മാത്രം സന്തോഷമുണ്ട്. കാരണം ഇത്രയും നാളുകൾക്ക് ശേഷം നമ്മൾ UDF കേരളം തിരിച്ചു പിടിച്ചേക്കാട്ടോ. അത് കഴിഞ്ഞ് നേരെ ഉച്ചയ്ക്കകത്ത് ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ടി. അപ്പം എന്നിട്ട്